എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും. എസെക്കിയേൽ പ്രവചനം 36:25-26. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. ദൈവവചനമാകുന്ന ശുദ്ധജലം, വചനപ്രഘോഷണമാകുന്ന ശുദ്ധജലം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ദൈവവചനത്താൽ നിങ്ങൾ കഴുകപ്പെടും. ദൈവവചനം കേട്ട് ദൈവവചനത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളും ഞാൻ തുടച്ചു നീക്കും. നിങ്ങളുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ ഞാൻ നീക്കം ചെയ്യും. വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഉറങ്ങാൻ പോകുമ്പോഴും എങ്ങനെയാ ഇനിയും പണം ഉണ്ടാക്കുന്നത്? കാലത്ത് എഴുന്നേൽക്കുമ്പോഴും ആദ്യത്തെ ചിന്ത പണം. എങ്ങനെയാണ് കൂടുതൽ ബിസിനസ്, എങ്ങനെയാണ് കുറച്ചുകൂടെ കച്ചവടം ചെയ്യുന്നത്, എങ്ങനെയാണ് ഡബിൾ ടൈം ചെയ്യുന്നത്, പൈസ എണ്ണിക്കൂട്ടുന്നത് എങ്ങനെയാണ്, എവിടെ കൊടുത്താണ് പൈസ പെരുപ്പിക്കുന്നത്? താനി സാത്താൻ. വിഗ്രഹാധന തന്നെയായ ദ്രവ്യാസക്തി. അതുപോലെ തന്നെ രാവും പകലും ജഡികാസക്തിയാൽ എരിയുക. പോർണോഗ്രഫി, നഗ്ന ചിത്രങ്ങൾ കാണണം. എങ്ങനെയോ ഈ സാത്താൻ നിന്റെ ഉള്ളിൽ കയറി പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ആ സാത്താനെ ഇറക്കുന്നില്ലെങ്കിൽ രാവും പകലും നീ എപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്നാൽ ഏകാന്തിൽ അവൻ വന്ന് കയറും. ആരുടെ നഗ്നതയാ കാണേണ്ടത്? ഏത് വേണ്ടാത്ത ചിത്രമാ നോക്കേണ്ടത്? ഏത് വൃത്തികെട്ട പടമാ നോക്കേണ്ടത്? രാപകൽ ജഡികാസക്തി കൊണ്ട് നീ എരിയും. ആ സാത്താനെ പുറത്താക്കണം. പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച്. അധികം ആൾത്തിരക്കിൽ അച്ഛനോടൊന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ. പൗരോഹിത്യത്തിന്റെ ശക്തി നിങ്ങൾക്ക് കിട്ടട്ടെ. പിശാച് പുറത്തു പോകട്ടെ. ഈശോ തന്റെ ആദ്യത്തെ പുരോഹിതരോട് പറഞ്ഞു, 12 അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ലൂക്ക 9:1-2, ഇതാ സകല പിശാചുക്കളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. സകല പിശാചുക്കള്, ദുഃഖം ഉണ്ടാക്കുന്ന പിശാച്, എപ്പോഴും നിരാശ കുത്തിവെക്കുന്ന പിശാച്, എപ്പോഴും കുറ്റംപതി, എപ്പോഴും വെറുപ്പ്, എപ്പോഴും കലഹം, നാളെ പറയേണ്ട തെറി ഇന്ന് അവൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം കാണുമ്പോഴേ വിളിച്ചു കൂകത്തക്ക രീതിയില് ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കും, മക്കളായിരിക്കും, മരുമക്കളായിരിക്കും, ഏത് കാര്യം വിളിച്ചു പറഞ്ഞ് അവരെ വേദനിപ്പിക്കാവോ അതെല്ലാം സാത്താൻ ഓത്ത് ക്ലാസ് നടത്തും. രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നുണ തന്നെ നുണ, വെറുപ്പിന്റെ പരിപാടി, കൊലപാതക ചിന്ത, വ്യഭിചാര ചിന്ത. നല്ല കുമ്പസാരം കഴിച്ച് ആ പിശാചിനെ പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. കുമ്പസാരം എന്ന കുദാശയ്ക്ക് അതിന് പവറുണ്ട്, പൗരോഹിത്യത്തിന് ശക്തിയുണ്ട്. ഞാൻ അച്ഛനായത് 1976 ഡിസംബർ മാസം. ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം ഞങ്ങൾക്ക് ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകാൻ അനുവാദമുണ്ട്.
ഞാൻ മലബാറിലുള്ള ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്ത്, അവിടെ പലരും അപ്പന്റെ ബന്ധുക്കളുണ്ട്, ഫസ്റ്റ് കസിൻസ് ഒക്കെ. വലിയൊരു മലയുടെ മുകളിൽ എന്നെ കൊണ്ടുപോയി. വണ്ടി കയറുന്ന കണ്ട ഇന്ന് തന്നെ പരിപാടി തീർന്നു വിചാരിക്കും, ചത്തുപോകുന്നു, താഴോട്ട് വീണ്. ഒരു രാത്രി അവിടെ കിടന്ന് ഞാൻ. അവര് പറഞ്ഞു, ഇത് വലിയ കാട്ടുപ്രദേശമാണ്, ചുറ്റും കാട്ടാനയും കാട്ടുപന്നിയൊക്കെ ഉണ്ട്. അവര് വന്ന് കൃഷി തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യും. നശിപ്പിക്കുന്ന പരിപാടി സാത്താന്റെയാ. തിന്നുന്നത് പോട്ടെ, വിശക്കുമ്പോ തിന്നിരിക്കും. നശിപ്പിക്കുന്ന പരിപാടി സാത്താന്റെയാ. ഈശോ പറഞ്ഞു യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വരുന്നത് ജീവൻ നൽകാനും അത് അതിന്റെ പൂർണ്ണതയിൽ നൽകാനുമാണ്. അപ്പോ എനിക്ക് പൗരോഹിത്യത്തിന്റെ ശക്തിയെക്കുറിച്ച് വലിയ വിവരമില്ലാത്ത കാലമാണ്. ഞാൻ അന്ന് കാലത്ത് അവിടെ ഉറങ്ങി. പിറ്റേ ദിവസം പോരാൻ നേരത്തൊരു പ്രാർത്ഥന, വലിയ വലിയ പിശാചിനെ ബന്ധിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല, എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥന. 30 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോ അവര് പറയാണ്, അച്ഛൻ ഇവിടെ വന്നേ പിന്നെ ഞങ്ങളുടെ പറമ്പിൽ കാട്ടാനയോ കാട്ടുപന്നിയോ കയറിയിട്ടില്ല. എന്നിട്ട് അവരൊരു കാര്യം കൊണ്ട് കൂട്ടിച്ചേർത്ത്, 2 ആഴ്ചയായി വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വരുമെന്ന് ദൈവത്തിന് അറിയാം. എനിക്ക് കിട്ടിയ വചനം പറഞ്ഞു തരാൻ വേണ്ടിയാ. കാട്ടാനയെയും കാട്ടുപന്നിയെയും വന്യമൃഗങ്ങളെയും പാമ്പിനെയും തേളിനെയും കൊതുകിനെയും വിഷജീവികളെയും ബന്ധിക്കുന്ന വചനം ഈശോ തന്നിട്ടുണ്ട്. ലൂക്കാ 10:19. ലൂക്കാ 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം പറഞ്ഞു ദിവസം ഒരു 3 പ്രാവശ്യം ചൊല്ലിക്കോ, നിങ്ങളുടെ വീട്ടിലെ കൊതുക് കടിക്കല, കടിക്കാനുള്ള ശക്തി പോവും. എന്നെ ഒന്ന് ഉമ്മ വെക്കുള്ളൂ കൊതുക്, എന്നെ കൊതുക് കടിക്കാറില്ല, ഉമ്മ വെക്കുള്ളൂ. കാരണം അതിനോട് എനിക്ക് വിരോധമില്ല. അത് നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ അവയൊക്കെ ദൈവത്തിന്റെ നമ്മുടെ ശത്രുക്കളായി മാറുന്നത്. ഈശോ പാപപരിഹാരം ചെയ്തു കഴിഞ്ഞു, എല്ലാത്തിനെയും രമ്യതപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ പാപം ഉപേക്ഷിച്ചാൽ വന്യമൃഗങ്ങളും പാമ്പുകളും ഒന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാപം വെറുത്തുപേക്ഷിക്കണം. പ്രഭാഷകൻ 21:1-2, വിഷപ്പാമ്പിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലണം. നമ്മുടെ ഒന്നാമത്തെ ശത്രു പാപം, സ്വാർത്ഥത. അതിലൂടെ നുഴഞ്ഞു കയറുന്ന സാത്താൻ രണ്ടാമത്തെ ശത്രു. അവന് കയറിയ പോവുകയില്ല. പിന്നെ ഒരു 5 ദിവസത്തെ ധ്യാനമൊക്കെ വേണം അവനെ ഒന്ന് ബഹിഷ്കരിക്കണമെങ്കിൽ. വചനം കേൾക്കുന്ന നമ്മോട് ദൈവം പറയുന്നു, നിങ്ങൾക്കൊരു പുതിയ ജീവിതം, വിശ്വാസത്തിന്റെ ഉണർവ്, പ്രത്യാശയുടെ ഉണർവ്, വചനം പഠിക്കാനുള്ള കഴിവ്, പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ, 12 ഫലങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഹൃദയം തുറന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റുമെങ്കിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും 7 ദാനങ്ങളും അനേകം വരങ്ങളും നിങ്ങളിൽ കുർബാന കൈക്കൊള്ളുന്ന എല്ലാവരിലും നിറയാൻ പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും ദൈവബലിയിൽ സംബന്ധിക്കുന്ന കുർബാന കൈക്കൊള്ളുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ദാനവരങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാരും അതിലധികം വരുന്നൊരു സമൂഹവും സമൃദ്ധമായിട്ട് വയറ് നിറച്ചടിച്ചു പൂശി കാണും. മിച്ചമുള്ളത് 12 കൊട്ട നേരെ ശേഖരിച്ചു. ഈ മനുഷ്യരില് അത്ഭുതം കണ്ടിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. പക്ഷെ ഇവര് കുറെ പേര് തീറ്റക്കൊതിയന്മാര് ഈശോയെ പിന്നെ അന്വേഷിക്കുന്നു. പിറ്റേ ദിവസം ഈശോയ്ക്ക് അത് മനസ്സിലായി, ഇവർ അത്ഭുതം കണ്ടതുകൊണ്ട് വന്നതല്ല, ഈ തീറ്റക്കൊതി കൊണ്ട് വന്നതാണ്. ഈശോ അവരോട് പറഞ്ഞു, അവർ ഈശോയോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു, കായലിന്റെ മറുകരയെല്ലാം പോയി. ഈശോ പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ട് വന്നതല്ല, ഇന്നലെ തിന്ന അപ്പത്തിന്റെ രുചിയോർത്ത് വന്നതാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:27, മനുഷ്യൻ അശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ.
അനശ്വരമായ അപ്പം. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, കൊച്ചായിരുന്നപ്പോൾ, നിങ്ങൾ പലരും എൻ്റെ പ്രായക്കാർ കാണും, എനിക്കിപ്പോൾ 70 വയസ്സാകാൻ പോകുന്നു. 17ാമത്തെ വയസ്സിൽ സെമിനാരി ചേർന്നു. അപ്പോൾ കൊച്ചായിരുന്നപ്പോൾ 1ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിപ്പിക്കുമ്പോഴുള്ള ചോദ്യം, നിന്നെ ആര് സൃഷ്ടിച്ചു? ഉത്തരം, ദൈവം എന്നെ സൃഷ്ടിച്ചു. ദൈവം എന്തിനു നിന്നെ സൃഷ്ടിച്ചു? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തനിക്ക് ശുശ്രൂഷ ചെയ്ത് നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം എന്നെ സൃഷ്ടിച്ചു. തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തനിക്ക് ശുശ്രൂഷ ചെയ്യണം, ദൈവ മക്കളെ ശുശ്രൂഷിക്കണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞ്? നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:3, ഏക സത്യ ദൈവമായ നിന്നെ, നിന്റെ അനന്ത സ്നേഹത്തെ, നിന്റെ അനന്ത നന്മയെ, നിന്റെ അനന്ത കരുണയെ അറിയുക. ആ അറിവിൽ നീ ദൈവസ്നേഹം കൊണ്ടങ്ങ് നിറയും, നിന്റെ ദുഃഖമെല്ലാം പോകും. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ആരെയൊക്കെ അറിയണം? അനന്ത സ്നേഹമായ ദൈവത്തെ, അനന്ത സ്നേഹമായ യേശുവിനെ, അനന്ത ജീവൻ, ആ യേശുവിനെ അറിയുക. അതാണ് നിത്യജീവൻ. അപ്പൊ നമ്മുടെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും, കഷ്ടങ്ങൾ സാരമില്ല, നഷ്ടങ്ങൾ സാരമില്ല, നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യ തേജസ്സിന്റെ ഘനമോർത്താൽ കഷ്ടങ്ങൾ സാരമില്ല. അത് റോമ 8:18. നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ ലോകത്തിലെ കഷ്ടതകൾ നിസാരമാണ്. മരിയ വോൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നുള്ള പ്രവചന പുസ്തകത്തില് ഈശോ പറയുന്നുണ്ട്, മനുഷ്യന്റെ അന്ത്യം 2 മരിച്ചു കഴിയുമ്പോഴേ ഒരു തനത് വിധിയുണ്ട്. സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു കൂട്ടര്, നരകത്തിലേക്ക് പോകാനുള്ളൊരു ആ പോക്ക് അങ്ങോട്ട് പോകും. സ്വർഗത്തിലേക്ക് പോകാനുള്ളവർക്ക് ഒരു ശുദ്ധീകരണ കാലം ഉണ്ടാകാൻ ഇടയുണ്ട്. കാരണം ഈ സ്വാർത്ഥതയൊന്നും ഉപേക്ഷിക്കാതെ അല്പസ്വല്പം പുണ്യമൊക്കെ അഭ്യസിച്ച് കഴിയുന്നവരാ, ചില്ലറ പുണ്യം. അതുകൊണ്ട് സ്വർഗത്തിൽ കയറാൻ പറ്റിയല്ല. സ്വാർത്ഥത ഒന്ന് ഉരിഞ്ഞു മാറ്റേണ്ടി വരും. അതിനൊരു ശുദ്ധീകരണ കാലം ഏതായാലും ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്തിനാണെന്നറിയാവോ നമുക്ക് കുറെ സഹനങ്ങളൊക്കെ തരുന്നത്? ഈ നമ്മളൊന്ന് ശുദ്ധീകരിച്ചെടുക്കാനാ. മരിച്ച ശേഷമുള്ള ശുദ്ധീകരണ കാലം കുറഞ്ഞും കിട്ടും. അതുകൊണ്ട് വേദനയും കഷ്ടപ്പാടും കിട്ടുമ്പോൾ മാറ്റണേ എന്ന് പറഞ്ഞിരിക്കണ്ട. ഇപ്പോഴത്തുള്ള സഹനം അനേകായിരങ്ങൾക്ക് വേണ്ടി, അനേക കോടി പേർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുമെന്ന് പറഞ്ഞാൽ മതി. മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുള്ളൂ എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈശോ പറയുന്നതാ, നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് എത്ര പാപികളെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിലേക്ക് കൊണ്ടുവന്നു? നിങ്ങൾ എന്തോലും സ്വത്ത് സമ്പാദിച്ചെന്നല്ല, എത്ര കെട്ടിടം പണിതെന്നല്ല, എത്ര റബ്ബർത്തോട്ടം വെച്ച് പിടിപ്പിച്ചെന്നല്ല, എത്ര ശമ്പളം ഉണ്ടായിരുന്നു, എത്ര ഡബിൾ ജോലി ചെയ്തു. ഈശോ എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത്? പാപികളെ തേടിയ. സക്കേവൂസ്, മഗ്ദലന മറിയം, സമറിയാക്കാരത്തി സ്ത്രീ, ഇവരെയൊക്കെ നേടിയെടുക്കാനായിരുന്നു മുൻഗണന. പ്രൈസ് ദി ലോർഡ്. അപ്പോളേ നിങ്ങൾ 50 കൊല്ലം ജൂബിലി, 75 കൊല്ലം പിന്നെ വേറെ എത്ര പേരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുത്തു? ഒന്നുമില്ല. വട്ടപൂജ്യം. അത് പാടില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ മുൻഗണന ആത്മാക്കളുടെ രക്ഷ, പാപികളുടെ മാനസാന്തരം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാ വന്നിരിക്കുന്നത്. സക്കേയൂസിനെ പിടിക്കാനായിട്ട് മരത്തിന്റെ താഴെ ചെന്നിട്ട് മുകളിലോട്ട് നോക്കി.
സക്കേസിനെ പേരിൽ വിളിച്ചു, ഇറങ്ങി വരാൻ പറഞ്ഞു. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. അവിടെയുള്ള പ്രീശന്മാരെല്ലാം പരിഹസിച്ചു. ഇവൻ ഭയങ്കര ആസാമിയല്ലേ, ഇവന്റെ വീട്ടിലാണോ നീ താമസിക്കാൻ പോകുന്നത്? അവിടെ ചെന്നു അവന്റെ തീരുമാനം അറിയിച്ചു. എന്റെ സ്വത്തിൽ നേർപകുതി ദരിദ്രർക്ക്, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. അങ്ങനെ ഉള്ളതെല്ലാം തീർന്നപ്പോ യേശുവിന്റെ ശരി ശിഷ്യനായി. യേശുവിന് ഒന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോ നല്ല അവസരമാണ്. 2 കൊറിന്ത്യർ 6:1 പറയാണ്, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ സമ്പത്തിന്റെ പുറകെയും ഇതിന്റെയും പുറകെയും മനുഷ്യ സ്നേഹത്തിന്റെ പുറകെയും ഒക്കെ പോകുന്ന പരിപാടി ഉപേക്ഷിക്കണം. ഭാര്യമാരോട് ഞാൻ ചോദിക്കുന്നു, ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഭർത്താക്കന്മാരെ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ നക്കാപ്പിച്ച സ്നേഹത്തിന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. ദൈവസ്നേഹം നിറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനായി പരിശുദ്ധാത്മാവ് നിറയാൻ പറയുന്നത്. ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഭാര്യയുടെ നക്കാപ്പിച്ച സ്നേഹം കിട്ടണേ എന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ദൈവം? ഇല്ല. ദൈവസ്നേഹം നിറയണം. അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാ. ഭാര്യയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യയ്ക്ക് നന്മയുണ്ടാകണം, അവൾ ദുഃഖിക്കരുത്, അവൾക്ക് ഐശ്വര്യം ഉണ്ടാകണം. ഭർത്താവിനെ സ്നേഹിക്കണം, അവന് നന്മയുണ്ടാകണം, അവൻ നശിച്ചു പോകരുത്, അവന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. അല്ലാതെ മനുഷ്യന്റെ നക്കാപ്പിച്ച സ്നേഹം കിട്ടിയില്ലേ, എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, എനിക്ക് അപ്പന്റെ സ്നേഹം കിട്ടിയില്ല, ചെകുത്താന്റെ കരച്ചിലായി. നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടത് ദൈവസ്നേഹം നിറവാണ്, പരിശുദ്ധാത്മ നിറവാണ്. പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹമാണ് നമ്മിൽ നിറയേണ്ടത്. പിച്ചത്തരം പൊട്ട പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിറയണം, ദൈവസ്നേഹം കൊണ്ട് നിറയണം. ആ സ്നേഹത്താൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ത്യാഗങ്ങൾ ചെയ്യും, നഷ്ടങ്ങൾ സഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ഏറ്റവും അടിസ്ഥാന വിശിഷ്ടദാനമാണ് സഹനം. യേശുവിനുണ്ടായിരുന്നു, മാതാവിനുണ്ടായിരുന്നു, യേശുപിതാവിനുണ്ടായിരുന്നു, വിശുദ്ധന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു. സഹനം മാറ്റിത്തരണേ അന്ന് ഔസപിതാവ് എന്ന് പറഞ്ഞ് നടക്കരുത്. അതല്ല പ്രാർത്ഥന. ഈ സഹനം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്റെ സഹനം അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പാപികൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കും, യേശുവിന്റെ കുരിശു മരണത്തോട് ചേർത്ത്. ഒരിക്കല് തമിഴ്നാട്ടിൽ വെച്ച് ഒരു പ്രായം ചെന്ന അച്ഛൻ, അന്ന് കൊച്ചച്ഛനായിരുന്നു, എന്നെ കാണാൻ വന്നു. എൻ്റെ അടുത്ത് വന്നു സങ്കടം പറഞ്ഞു. വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാ, പ്രാർത്ഥിച്ചു മടുത്തു, മരുന്ന് കുടിച്ചു മടുത്തു, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം എല്ലാം മരുന്നു, മാറുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ, ഇത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ തന്ന സഹനമാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറ്റി തരുവോ, പ്രാർത്ഥിച്ചാൽ മാറ്റി തരുവോ? അച്ഛന് ഉത്തരം പറയാൻ അറിയത്തില്ല. അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാന്ന് ചോദിച്ചു. 68 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിലേ 68 കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഈശോ അവർക്ക് വേണ്ടി എല്ലാം പാവപരിഹാരം ചെയ്ത് കഴിഞ്ഞതാണല്ലോ. 62ന്റെ ഇരട്ടിയായാലും കുഴപ്പമില്ല. അപ്പൊ എത്ര വരും? അത് ഒരു 136 കോടി വരും. യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി, നാനാജാതി മതസ്ഥർക്ക് വേണ്ടി എന്റെ സഹനം കാഴ്ചവെക്കുന്നു എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞാ മതി. ഈ അച്ഛൻ എന്നാ മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കണോ? ഐ ആം കംപ്ലീറ്റ്ലി ഹീൽ. എന്റെ രോഗമെല്ലാം വിട്ടുപോയി, എന്റെ വേദനയെല്ലാം വിട്ടുപോയി. ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിങ്ങളുടെ സഹനം, അധ്വാനം, പഠനം, പ്രാർത്ഥന, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? അതിന്റെ ഇരട്ടി കോടി പാവികൾ. കാഴ്ചവെക്കാൻ തയ്യാറുള്ളൊരു കൈവക്കിക്കേ. ഇടതുകരം ചങ്കിൽ വെക്കുക, വലതുകരം ഉയർത്തി പിടിക്കുക.
പിതാവായ ദൈവമേ, ഇന്നുവരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇന്നുവരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം ഇന്നുവരെയുള്ള അധ്വാനം മരണം വരെയുള്ള അധ്വാനം പഠനം പ്രാർത്ഥന യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി അവർ പരിശുദ്ധാത്മാവ് നിറയാൻ അത്ഭുത സൗഖ്യം ലഭിക്കാൻ ഇന്നുവരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നുവരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം ഇന്നുവരെയുള്ള അധ്വാനം പഠനം പ്രാർത്ഥന എന്തിനോട് ചേർത്ത? യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത്. അതിന്റെ കൂട്ടത്തിൽ പറയാം, ഒരു 5 ലക്ഷം കുർബാനയുണ്ട് ബലി ഓരോ ദിവസവും, അതിനോട് ചേർത്ത്. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, കോടാനുകോടി ജപമാലകളോട് ചേർത്ത് യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കാഴ്ച വെക്കാവുന്ന കർത്താവ് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് നിസ്സാര കാര്യമല്ല. നമ്മളെല്ലാവരും സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിതരും മിഷനറിമാരുമായി തീരും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. എൻ്റെ പേര് പ്രീത. തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. എനിക്ക് 2 വർഷത്തിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം കുറേ നാളുകൊണ്ട്, ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് നേരെ കിടക്കാനോ ഇരിക്കാനോ കസേരയിൽ ഇരിക്കാൻ പോലും പറ്റൂലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശരിക്ക് ഇന്നത്തെ പ്രാർത്ഥനയോടെ എനിക്ക് എൻ്റെ ശരീരത്തിലെ വേദന മൊത്തം വിട്ടുപോയതുപോലെ ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. പേര് ചാക്കോ, തോട്ടുമുക്കം, കോഴിക്കോട് ജില്ല. ഈ ഇടത്തെ കൈ പൊങ്ങുകയിലായിരുന്നു. ഇതിപ്പോ ഒരു 3 വർഷമായി. ഒരു 2 ആഴ്ച മർമാണി ചികിത്സയൊക്കെ നടത്തുക, അന്നേരം ഒന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പൊ പൊങ്ങുന്നുണ്ട്. എൻ്റെ പേര് എൽസമ്മ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. എനിക്ക് 25 വർഷമായി നടുവിന് വേദനയായിരുന്നു, കാലിനൊക്കെ നീരും. ഇവിടെ ഞാൻ ധ്യാനത്തിന് വരുമ്പോൾ തൃശ്ശൂർ ബസ് ഇറങ്ങുമ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് നിലത്ത് കാല് കുത്താൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. 2 കാല് നീര് വെച്ച് നട്ടലിന് വേദനയായിരുന്നു. ഇപ്പം അത് പൂർണ്ണമായി സുഖപ്പെട്ടു. 25 വർഷം പഴക്കമുണ്ടായിരുന്നു. എൻ്റെ പേര് ആലിസ്. 3 വർഷം മുമ്പ് ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് മോട്ടറെല്ലാം കൂടെ കിണറിൻ്റെ മതിലേന്ന് തലയിൽ വന്ന് വീണു. അതിനുശേഷം ഭയങ്കര തലവേദനയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് എന്തോ ഒരു പെരുപ്പ് പോലെ തോന്നി. കഴുത്തിന് നീരെല്ലായിരുന്നു, അതെല്ലാം ഒഴിവായി, ഒപ്പം മാറി. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കഷ്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ